യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാം. അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ? സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാം എന്തു ചെയ്യും ഞാൻ? മനസ്സുഖമിന്നു പോയി, എനിക്കില്ല ശാന്തി തെല്ലും. നിമിഷസുഖം നുകരാം കരളിനു ദാഹമെന്നും. സഹനങ്ങളേറും നേരം തീരുന്നില്ല നിന്നെ നാഥാ. പകയുടെ തീക്കനലാൽ മുറിവുകളേറി എന്നിൽ. ഈശോ പറയൂ നീ ഞാൻ യോഗ്യയോ? യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാം. അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ? നിരന്തരമിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസാൽ. ഉയർന്നതു ഞാൻ മറന്നു, അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും. എളിയവർ വന്നിടുമ്പോൾ തിരക്കിന്റെ ഭാവമെന്നും. ഈശോ പറയൂ നീ ഞാൻ യോഗ്യയോ? യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാം. അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ? എന്തു കണ്ടു നീ? ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ട് ഭവനം പണിയെ കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഗിരിപ്രഭാഷണത്തിന്റെ ഉപസംഹാരം എന്ന നിലയിൽ പറഞ്ഞ ഒരു ഉപമയാണ് നാം ഇവിടെ വായിച്ചത്. രണ്ട് ഭവനങ്ങൾ പണിതു. ഒരു ഭവനം പാറമേൽ അടിസ്ഥാനമുള്ളതായിരുന്നതുകൊണ്ട് വൻമഴ ചൊരിഞ്ഞിട്ടും കാറ്റടിച്ചിട്ടും ആ ഭവനം വീണില്ല.
പ്രവചനപരമായിട്ട് 2 ഭവനങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് മണലിന്മേൽ പണിയുന്ന വീടിനും മറ്റൊന്ന് പാറമേൽ പണിയുന്ന വീടിനും സദൃശ്യമാണ്. ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയാണ് ഈ 2 ഭവനങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നെങ്കിൽ പ്രവചനപരമായിട്ട് ചിന്തിച്ചാൽ കർത്താവ് പറഞ്ഞ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ബെറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, അതിന്റെ മുകളിൽ കാറ്റടിച്ചാലും വൻമഴ ചൊരിഞ്ഞാലും പാതാള ഗോപുരങ്ങൾ ഉയർന്നാലും അത് വീഴുകയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദേശത്തും ഒരു ഭവനം പണി നടക്കും. രാഷ്ട്രീയപരമായി, മതപരമായി, ശാസ്ത്രീയപരമായി പണിയപ്പെടുന്ന ആ ഭവനം കേവലം 1 മണിക്കൂർ കൊണ്ട് തകർന്നു വീഴുമെന്ന് വെളിപ്പാട് പുസ്തകം 18 നാം വായിക്കും. ആ ഭവനത്തെ കുറിച്ച് മുഖവരിയായി 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. സഖരിയ പ്രവചനം 5-ാം അധ്യായം 5-11 മുതലുള്ള വാക്യങ്ങൾ. ശിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിയുവാൻ പോകും. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും. ശിനാർ ദേശം എന്ന് പറയുന്നത് ബാബിലോണിന്റെ പഴയ പേരാണ്. ഇന്നത്തെ ഇറാഖിന്റെ പഴയ നാമം. ഇന്നത്തെ ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് 98 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ബാബിലോൺ അല്ലെങ്കിൽ ശിനാർ ദേശം. ഇന്ന് അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാഖിനോട് യുദ്ധം ചെയ്യുവാൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1000 പടസൈന്യങ്ങൾ ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും ഇറാഖിന്റെ സമീപ രാജ്യങ്ങളിലും വന്ന് നിൽക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഒരു യുദ്ധഭീഷണിയിലാണ്. ഇവിടുത്തെ എണ്ണവില, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. സാധാരണക്കാരനെയും അത് ബാധിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇറാഖ് നശിക്കുമോ? അമേരിക്കയ്ക്ക് ഇറാഖിനെ നശിപ്പിക്കുവാനായി കഴിയുമോ? ആകെപ്പാടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ പത്രങ്ങളും ടിവിയും എല്ലാം വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് ബൈബിൾ സംബന്ധമായ ഒരു രാജ്യമായതുകൊണ്ട് പ്രവചനപരമായിട്ടുള്ള അനവധി കാര്യങ്ങൾ നാമും ഈ യുഗാന്ത്യത്തോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇറാഖിനുള്ള നാമം 1921 ആ രാജ്യം സ്വീകരിച്ചത്. അതിനു മുൻപ് ആ രാജ്യത്തിന് മെസൊപ്പൊട്ടേമിയ എന്നും ശീനാർ എന്നും ബാബിലോൺ എന്നും ഒക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ പൗരാണികമായ ഒരു രാജ്യമാണ് ഇറാഖ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഒഴുകിയ ഹിദ്ദേക്കൽ, ഫ്രാത്ത് നദികൾ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളാണെങ്കിൽ അത് ഇന്നും ഒഴുകുന്നുണ്ട്. അത് ഇറാഖിലൂടെയാണ് ഒഴുകുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ജനിച്ചത് ഇറാഖിലാണ്, ഇറാഖിലെ ഊരിലാണ്. യോന പ്രവാചകൻ പോയി പ്രവചിച്ചത് ഇറാഖിലാണ്, ഇറാഖിലെ നിനവയിലാണ്. ദാനിയേൽ പ്രവാചകൻ സൈനിക കോളേജിൽ പഠിച്ചതും ദീർഘവർഷങ്ങൾ ജീവിച്ചതും ഇറാഖിലാണ്, ഇറാഖിലെ ബാബിലോണിലാണ്. ഇറാഖിലെ ബാബിലോൺ, അശൂർ, നിനവേ, ഊർ തുടങ്ങിയവയെല്ലാം, ശിനാർ തുടങ്ങിയവയെല്ലാം ഇന്നത്തെ ഇറാഖിന്റെ ഭാഗങ്ങളാണ്.
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ സംബന്ധമായ ഒരു രാജ്യമാണ്, വലിയ പൗരാണികമായ ഒരു രാജ്യം, 100 ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. ഇറാഖിൽ ആദ്യമായി ബൈബിളുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ കാണുന്നത് നിമ്രോദാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആ മനുഷ്യൻ ഒരു ബാബേൽ ഗോപുരം തന്നെ ഇറാഖിൽ പണിതതായിട്ട് നാം ബൈബിളിൽ വായിക്കുന്നു. പിന്നീട് ലോക ചരിത്രത്തിൽ ഇറാഖിൽ ഉണ്ടായത് ഹുമ്രാബിയാണ്. ഹുമ്രാബി, ദ ലോ ഗീവർ. 10 കൽപ്പനയിലുള്ള പല ഭാഗങ്ങളും അതിനു മുൻപ് ജീവിച്ചിരുന്ന ഹുമ്രാബിയുടെ ടാബ്ലറ്റുകളിൽ, നിയമങ്ങളിൽ കാണുവാനായി കഴിയും. അതുകൊണ്ട് വേദശാസ്ത്രികളായിട്ടുള്ള ചിലർ ചിന്തിക്കുന്നത് ഇറാഖിലെ ലോ ഗീവറായിരുന്ന ഹുമ്രാബിയിൽ നിന്നും മോശ കടമെടുത്തതായിരിക്കും 10 കൽപ്പനയിലെ ചില വാക്കുകൾ എന്നാണ്. വേദശാസ്ത്രികളിൽ ഹയർ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സാത്താന്യ വേദശാസ്ത്രമുണ്ട്. അത് അങ്ങനെയുള്ള വേദശാസ്ത്രം പഠിക്കുന്നവർക്ക് ഈ ഹുമ്രാബി എല്ലാം രംഗത്ത് വരും. എന്നാൽ ഒരു സത്യം ഞാൻ പറയട്ടെ, ആദാമിന്റെ കാലം മുതൽ ദൈവം സംസാരിച്ചത് കൈമാറി വന്നതുകൊണ്ട് അത് ഹുമ്രാബിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ അരുളപ്പാടുകളും ആലോചനകളും ഒന്നും ഹുമ്രാബിയിൽ നിന്നും ഒരാബിയിൽ നിന്നും എടുത്തിട്ടില്ല. അതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചതാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. എങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ് ഹുമ്രാബി. തുടർന്ന് ഇറാഖിൽ ഹിറ്റിയാസ്, കാസിറ്റിയാസ്, എലിമിറ്റിയാസ്, സെൻഹരീബ്, നെബുക്കദ്നേസർ, മഹാനായ സൈറസ്, അലക്സാണ്ടർ, സെലൂക്കസ്, റോമക്കാർ, മുസ്ലിം ഭരണകർത്താക്കൾ, മംഗോളിയൻസ്, ഓട്ടോമൻ തുർക്കികൾ, ബ്രിട്ടീഷുകാർ തുടങ്ങിയ അനവധി ആൾക്കാർ അവിടെ ഭരണം നടത്തി. 1932 ഇറാഖ് സ്വതന്ത്രമാകുന്നത്. 1952 ഇറാഖിൽ രാജഭരണം അവസാനിച്ചു. 1979 സദാം ഇറാഖിന്റെ പ്രസിഡന്റായി. ഈ മഹാരാജ്യത്തെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ ബൈബിളിനെ എതിർക്കുന്നവർക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത അനിഷേധ്യമായ പ്രഹരങ്ങളാണ്. അതിൽ 1-2 പ്രവചനങ്ങൾ ഇരമ്യ 25:8 മുതൽ 11 വരെ. സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ എന്റെ വചനം കേൾക്കായിക കൊണ്ട് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ ഈ ദേശത്തിന് നേരെ വരുത്തി. യഹൂദ ഭരണകർത്താവായിരുന്ന രാജാവ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ തോൽ ചുരുളുകളിൽ എഴുതിയിരുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയാതെ പേനാക്കത്തി കൊണ്ട് കഷ്ണം കഷ്ണമായി മുറിച്ച് നെരിപ്പോട്ടിലിട്ട് ചുട്ടുകൾ. വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ യഹൂദ രാജാക്കന്മാർ തന്നെ ചുട്ടരിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വചനം ചുട്ടരിച്ച സൈന്യങ്ങളുള്ള, കിരീടങ്ങളുള്ള, ഭരണമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന യഹൂദ രാഷ്ട്രത്തിന് നേരെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നിനക്ക് നേരെ നെബൂഖദ്നേസറിനെ ഞാൻ വരുത്തും. ആ പ്രവചനം നിറവേറുന്നത് BC 606. BC 605 സെപ്റ്റംബർ 6-ാം തീയതി നെബൂഖദ്നേസർ തന്റെ അപ്പനായ നെബൂഖദ്നേസർ മരിച്ചപ്പോൾ ബാബിലോണിന്റെ രാജാവായി BC 606 അയാൾ യഹൂദയിലേക്ക് വന്ന് ദേവാലയം കത്തിച്ചു, രാജ്യം പിടിച്ചെടുത്തു. യിരെമ്യാ, എസെക്കിയേൽ, ദാനിയേൽ തുടങ്ങിയവർ പ്രവാസികളായി പോകേണ്ടി വന്നു. ദൈവത്തിന്റെ വചനം എവിടെ അപമാനിക്കപ്പെടുമോ, എവിടെ കത്തിക്കപ്പെടുമോ, ആ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ വചനം എവിടെ മാനിച്ചിട്ടുണ്ടോ, ഈ വചനം എവിടെ ആദരിച്ചിട്ടുണ്ടോ, ആ രാജ്യങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതും ഒരു ചരിത്ര സത്യമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ രാജാക്കന്മാർ എത്ര വർഷം ബാബിലോൺ ഭരണകർത്താക്കൾ ഭരിക്കുമെന്നും പ്രവചനമുണ്ടായിരുന്നു. യിരെമ്യാ പ്രവചനം 25:11-12 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സമയലാഭത്തിന് ദൈവത്തിന്റെ ദാസൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിങ്ങനെ എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണ്, വിഷയം ഒന്ന് എളുപ്പം തീർക്കേണ്ടതിന് വേണ്ടി. 25:11 മുതൽ 12 വരെ. ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, ബൈബിൾ കത്തിച്ചവർ, ബൈബിളിനെ അനുസരിക്കാതിരുന്നവർ, പ്രവാചകന്മാരെ നിന്ദിച്ചവർ, ദൈവത്തെ അപമാനിച്ചവർ,
ഈ ജാതി ബാബേൽ രാജാവിനെ ഭരണകർത്താക്കളെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ശ്രദ്ധിക്കണമേ, BC 536 ഒക്ടോബർ 29 ആയപ്പോൾ 70 വർഷമായി. അന്നുവരെ ബാബിലോണിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ നെബൂഖദ്നേസർ BC 605 മുതൽ 562 വരെ, എവിൻമെരോദക്ക് BC 562 മുതൽ 560 വരെ, തെരഗ്ലാസർ BC 560 മുതൽ 556 വരെ, ലബീഷ് മാർദുക്ക് BC 556, നെബോഡിനസ് അയാളായിരുന്നു അവസാനത്തെ ഭരണകർത്താവ്. അയാളുടെ മകനായിരുന്ന ബെൽഷസ്സർ ആയിരുന്നു ബാബിലോൺ പട്ടണത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. BC 556 മുതൽ 536 വരെ. ബെൽഷസ്സറിന് അഹങ്കാരം മൂത്ത് മദ്യം കയറി തലയ്ക്ക് മത്ത് പിടിച്ചപ്പോൾ അർത്ഥനഗ്ന നൃത്തങ്ങൾ കൊട്ടാരത്തിൽ ഇങ്ങനെ അരങ്ങേറുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണവും മദ്യവും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, യഹൂദന്മാരുടെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, കള്ളുകുടിക്കാൻ, യഹോവയെ അപമാനിക്കേണ്ടതിന്. ദേവാലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹീതമായ പാത്രങ്ങൾ കൊണ്ടുവന്നു. അതിൽ മദ്യം ഒഴിച്ച് അഗ്നനഗ്ന മതാലസകളായിട്ടുള്ള വേശികൾ ഈ വീണ് രാജാവിന് എടുത്തു കൊടുക്കുമ്പോൾ അത് BC 536 ഒക്ടോബർ 29 തീയതി രാത്രിയായിരുന്നു. ഒരു കൈപ്പത്തിയുടെ രാജധാനിയുടെ ഭിത്തിയിൽ ഇങ്ങനെ വന്നു, മെനെ മെനെ തെക്കേൽ ഉഫാർസി, ഞാൻ നിന്നെ എന്നെ നോക്കി നീ കുറവുള്ളവനായി കണ്ടു, ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടു. അന്ന് യെശയ്യാ പ്രവചനം 44, 45 അധ്യായങ്ങളിൽ എഴുതിയിരുന്നത് പോലെ ബാബിലോൺ പട്ടണത്തിന്റെ താമ്ര കഥകൾ തുറന്നു കിടന്നു. അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ബാബിലോൺ പട്ടണം അല്ലെങ്കിൽ നെബൂഖദ്നേസറിന്റെ അദ്ദേഹത്തിന്റെ മകനായ ബെൽഷസ്സറിന്റെ രാജധാനി ബാബിലോണിൽ ഉണ്ടായിരുന്ന ചരിത്രകാരന്മാർ പറയുന്നത് കേൾക്കണമോ? 60 മൈൽ ചുറ്റളവിലുള്ള ഒരു വലിയ കോട്ട. ആ കോട്ടയുടെ മുകളിലൂടെ 6 രഥങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. 87 അടി ഘനം, 100 അടിയിലധികം ഉയരം. അതിനു ചുറ്റും വലിയൊരു കിടങ്ങ്, യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം 24 മണിക്കൂറും അവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് വേറൊരു മതിൽ, ആ മതിലിനകത്തായിരുന്നു ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു ഈ രാജാവ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓർക്കണം, 2600 വർഷങ്ങൾക്ക് മുൻപ് മോട്ടോർ വാഹനങ്ങളോ മിസൈലുകളോ പ്ലെയിനുകളോ റഡാറുകളോ ഒന്നുമില്ലാതിരുന്ന കാലം. വെറും കുതിരപ്പടയാളികളും കാലാൾ പടയാളികളും അമ്പും വില്ലുകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ കോടിക്കണക്കിന് പടയാളികൾ വന്നാലും ഈ കോട്ടയോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 87 അടി ഘനമുള്ള 100 അടി ഉയരമുള്ള ഈ കോട്ടയിൽ 100 കണക്കിന് പടയാളികൾ ആയുധങ്ങൾ വേണ്ടി നിൽക്കുകയാണ്. ആർക്കെങ്കിലും ഈ മതിലിനെ ഒന്ന് തൊടണമെങ്കിൽ ഈ നദി നീന്തിക്കിടക്കണം. നീന്തിക്കിടക്കുമ്പോൾ നിസ്സാരമായി മുകളിൽ നിൽക്കുന്ന പടയാളികൾക്ക് അവരെ കൊല്ലുവാൻ കഴിയും. എല്ലാം താമര കഥകളാൽ അടയ്ക്കപ്പെട്ടതാണ്. ആ കോട്ട കടന്നാൽ തന്നെ വേറൊരു കോട്ടയാണ്. ആ കോട്ടയിൽ കിടന്നെങ്കിൽ മാത്രമേ നെബൂഖദ്നേസറിനെ അല്ലെങ്കിൽ ബെൽഷസ്സറിനെ തൊടുവാനായി കഴിയുകയുള്ളൂ. പക്ഷെങ്കിൽ ദൈവവചനത്തിനെതിരായി വന്നപ്പോൾ, ദൈവത്തെ അപമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ, അവൻ മദ്യപിക്കുവാനായി ദൈവാലയത്തിലെ പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ മഹാനായ സൈറസിന്റെ പടയാളികൾ ആ മതിലുകൾ ചാടിക്കിടന്നു. ആ താമരക്കഥകളെ തകർത്തു കളഞ്ഞു. അവരകത്ത് കയറി. അന്ന് രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു. മേദ്യ പേർഷ്യ സാമ്രാജ്യം ഉടലെടുത്തു. 70 വർഷം ബാബിലോൺ ഭരിക്കുമെന്നുള്ള ബൈബിൾ പ്രവചനം നിറവേറിയതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഭരണകർത്താക്കൾ ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠവും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എത്ര വലിയ കോട്ടകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ അധികാരങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ കഴിവുണ്ടെങ്കിലും, എത്ര വലിയ സൈനിക വ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും, സർവശക്തനെതിരായിട്ടുള്ള ചലനങ്ങൾ സർവനാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഈ ബാബിലോൺ പേർഷ്യൻ ഭരണകാലങ്ങളിൽ ഏകദേശം അസ്തമിച്ചു. പക്ഷേ യുഗാന്ത്യം വരെ നിൽക്കേണ്ട
ഒരു രാജ്യമാണ് ഇറാഖ് അല്ലെങ്കിൽ ബാബിലോൺ. അതുകൊണ്ടാണ് സമ്മിശ്ര ലോകബിംബത്തിലെ തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ, കൈതൊടാതെ വരുന്ന ആ കല്ല് ഇടിക്കുമ്പോഴും ആ സ്വർണമുണ്ട്. അതിന്റെ അർത്ഥം യുഗാന്ത്യം വരെ ഇറാഖ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ കയറി വരുന്ന ആ ഘോരമായ മൃഗം, സിംഹത്തിന്റെ വായോട്, കരടിയുടെ കാലോടും, പുള്ളിപ്പുലിയുടെ ഉടലോടും വരുന്ന മൃഗം. ദാനിയേൽ പ്രവചനം 7 സിംഹം ഇറാഖിനും ബാബിലോണിനും, കരടി മേദ്യ പേർഷ്യയ്ക്കും, പുള്ളിപ്പുലി ഗ്രീസിനും സദൃശ്യമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ യുഗാന്ത്യത്തിൽ ഇവയുടെ എല്ലാം ശേഷിപ്പുകൾ ഉണ്ടായിരിക്കണം. ബാബിലോണാകുന്ന ആ വലിയ സിംഹത്തിന്റെ ഒരു ശേഷിപ്പാകുന്ന ഇറാഖ് വാപോലെയും, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ചിരുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഇന്ത്യ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ 20ാമത്തെ പ്രോവിൻസ് ആയിരുന്നു. പലസ്തീൻ 5ാമത്തെ പ്രോവിൻസ്. അവരില്ലെങ്കിലും ആ മൃഗത്തിന്റെ ശോഷിപ്പായ ഒരു കാല് പോലെ ഇറാൻ, ഗ്രീക്ക് സാമ്രാജ്യം, ആ പുള്ളിപ്പുലി ഇന്നില്ലെങ്കിലും അതിന്റെ ശേഷിപ്പായ ഗ്രീസ്, ഇവയൊന്നും യുഗാന്ത്യം വരെ നശിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് സദാമിനെ മാറ്റുവാൻ അമേരിക്ക കഴിഞ്ഞാലും ഇറാഖിനെ നശിപ്പിക്കുവാൻ അമേരിക്ക കഴിയില്ലെന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പരസ്യമായി പ്രസ്താവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇറാഖിനോട് വലിയ മമതയൊന്നും ഉണ്ടായിട്ടല്ല, എന്റെ കർത്താവിന്റെ വചനത്തിൽ അത് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഈ ഇറാഖിനെ കുറിച്ചുള്ള സമകാലികമായ പ്രവചനത്തിലേക്ക് വന്നിട്ട് അവർ പണിയാൻ പോകുന്ന ഭവനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കുവൈറ്റ് ഇൻവേഷൻ ആണ് ഇറാഖിനെ ഏറ്റവും തലവേദന ഉണ്ടാക്കിയത്. കുവൈറ്റ് ഇൻവേഷൻ നടക്കുന്നതിന് മുൻപേ എനിക്ക് കുവൈറ്റിൽ പോകുവാൻ ഒരു അവസരം ദൈവം നൽകി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ഈ ആടുകളെല്ലാം ചിതറിപ്പോകും. കുവൈറ്റിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയായ PCKയുടെ അന്നത്തെ പാസ്റ്ററോട് ഞാൻ കണ്ട ദർശനം പറഞ്ഞു. അവിടെ നടന്ന കൺവെൻഷനിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ കൂടി. ആ യോഗത്തിൽ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതും കുവൈറ്റിലെ ബാങ്കുകൾ മരവിപ്പിക്കപ്പെടുന്നതും ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ പ്രശ്നമുണ്ടാക്കിയെന്നും അത് കുവൈറ്റ് ഗവൺമെന്റ് കണ്ടുകെട്ടിയിരിക്കുന്നുവെന്നും പിടിച്ചിരിക്കുന്നുവെന്നും ഒക്കെ ഉള്ളൊരു വാർത്ത പരന്നു. ഞാനപ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് വന്നിരുന്നത് കൊണ്ട് എനിക്ക് വലിയ ദുഃഖമായി. കാരണം എന്നെ യോഗത്തിന് വിളിച്ചവർ ആകെപ്പാട് പ്രശ്നത്തിലാകുമല്ലോ. വീഡിയോ എടുത്ത ഒരു ലാസറസ്, ഒരു ജോണി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്. കാസറ്റ് കൊടുക്കുന്ന ഒരു കൊച്ചു രാജ്യമുണ്ടായിരുന്നു, അവരിപ്പോഴും കുവൈറ്റിലുണ്ട്. ഈ സഹോദരന്മാരെല്ലാം ഭയവികലരായി ക്യാമറയൊക്കെ അവർ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അതിന്റെ മാസ്റ്റർ കാസറ്റും ഒക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയി തട്ടുമ്പുറത്തൊക്കെ ഒളിച്ചു വെച്ചു. ഞങ്ങളും കേരളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ കാസറ്റിന് ഡിമാൻഡായി. പിന്നെ ഈ കാസറ്റ് എല്ലാവർക്കും കാണണമായിരുന്നു. ആ കാസറ്റ് ഇപ്പോഴും ഉണ്ട്. കുവൈറ്റ് ഇൻവേഷനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ ഖൽദയർ, ഷീനാർ, അശൂർ, ബാബിലോൺ, നിനവേ എന്നൊക്കെയുള്ള പ്രവചനം കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, വ്യക്തിപരമായ പ്രവചനങ്ങൾ ഒരുപക്ഷെ ആ സന്ദർഭത്തിലുണ്ടാകും. ഭാഗിക പ്രവചനങ്ങളുണ്ട്, ഇനി നടക്കേണ്ട പ്രവചനങ്ങളുമുണ്ട്. ഞാനിപ്പോൾ ഇന്ത്യയിലാണ്. കാരണം കരുനാഗപ്പള്ളി കേരളത്തിലാണ്, കേരളം ഇന്ത്യയിലാണ്. ഞാൻ ഒറീസയിൽ ചെന്ന് എനിക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ത്യയിലാണ്, കാരണം ഒറീസ ഇന്ത്യയിലാണ്. എനിക്ക് രാജസ്ഥാനിൽ ചെന്നും പറയാൻ കഴിയും ഞാൻ ഇന്ത്യയിലാണ്, കാരണം രാജസ്ഥാൻ ഇന്ത്യയിലാണ്. അതുകൊണ്ട് നിനവയെ കുറിച്ചൊരു പ്രവചനം പറയുമ്പോഴും അത് ഇറാഖ് നിങ്ങൾക്ക് പറയാം.
കൽദയരെ കുറിച്ച് ഒരു പ്രവചനം പറയുമ്പോഴും നിങ്ങൾക്ക് ഇറാഖ് എന്ന് പറയാം. ബാബിലോണിനെ കുറിച്ച് ഒരു പ്രവചനം പറയുമ്പോഴും നിങ്ങൾക്ക് ഇറാഖ് എന്ന് പറയാം. അശൂറിനെ കുറിച്ച് ഒരു പ്രവചനം പറയുമ്പോൾ നിങ്ങൾക്ക് ഇറാഖ് എന്ന് പറയാം. കാരണം 1921 മുൻപ് ഈ പേരില്ലായിരുന്നു. ഇപ്പോൾ ആ പേരുകളെല്ലാം കൂടി അറിയപ്പെടുന്നത് ഇറാഖ് എന്നുള്ള പേരിലാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോഴും ഞാൻ ഈ പദം ഉപയോഗിക്കുമ്പോഴും ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുവൈറ്റ് ഇൻവേഷനെ കുറിച്ച് 2600 വർഷങ്ങൾക്ക് മുൻപ് ഹബക്കൂക്ക് നടത്തിയ ഒരു പ്രവചനം. ഹബക്കൂക്ക് 1:5. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കും. വാക്യം 10. അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. അന്നവർ കാറ്റ് പോലെ അടിച്ചു കിടന്ന് അതിക്രമിച്ച് അവസാനം കുറ്റക്കാരായിത്തീരും. വാക്യം 9. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കും. വാക്യം 10. അവർ രാജാക്കന്മാരെ പരിഹസിക്കും. കൽദയർ എന്ന് പറയുമ്പോൾ ബാബിലോണിലുള്ള ഒരു ഗോത്രമാണ്, പ്രത്യേകിച്ച് സദാം ഹുസൈന്റെ ഗോത്രമാണ്. നെബൂഖദ്നേസറും കൽദയനായിരുന്നു. നമ്മുടെ കേരളത്തിൽ കൽദയ ക്രൈസ്തവരുണ്ട്. തൃശൂർ ഭാഗങ്ങളില് കൽദയ ക്രൈസ്തവരുടെ ബിഷപ്പായിരുന്നു പൗലോസ് മാർ പൗലോസ്. അതുപോലെ തന്നെ കൽദയരുടെ ബിഷപ്പായിരുന്നു മാർ അപ്രേം. അവരിന്നും തൃശ്ശൂരിന്റെ ഭാഗങ്ങളിൽ കൽദയരുണ്ട്. പക്ഷേ കേരളത്തിലുള്ള കൽദയർക്ക് ഈ ബാബിലോണിലുള്ള കൽദയരുമായിട്ട് രക്തബന്ധമുണ്ട്, സഭാബന്ധമുണ്ട്. എന്നാൽ സദാം ഹുസൈന് നെബൂഖദ്നേസറിന്റെ അതേ ബ്ലഡാണ്, അല്ലെങ്കിൽ കൽദയ ഗോത്രത്തിൽ ഉള്ളവരാണ് അവർ. അതുകൊണ്ട് ബാബിലോണിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ പുറകിൽ ബാഗ്ദാദിൽ നിന്ന് 90 കിലോമീറ്റർ വരുന്ന ഹൈവേയുടെ ഇരുവശങ്ങളിലും ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ വലിയ കട്ടൗട്ടുണ്ടായിരുന്നു. ആ കട്ടൗട്ടിന്റെ താഴെ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു: ദ ന്യൂ നെബൂഖദ്നേസർ ഓഫ് ഇറാഖ്. സദാമിനെ ചിത്രീകരിച്ചിരുന്നത് എങ്ങനെയാണ്? ഇറാഖിന്റെ പുതിയ നെബൂഖദ്നേസർ, എന്റെ വല്യപ്പന്റെ രാജ്യം, അതായിരുന്നു സദാം പറഞ്ഞത്. അപ്പോൾ സദാം എന്ന് പറയുന്നത് കൽദയ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഇവിടെ കൽദയരെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്താണ് അവരുടെ പരിപാടി? സ്വന്തമില്ലാത്ത സ്ഥലങ്ങളെ പിടിക്കുക. 2, കാറ്റുപോലെ അടിച്ചു കിടന്ന് പിടിക്കും. പിടിച്ചു കഴിഞ്ഞ് അവർ കുറ്റക്കാരാണ്. അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒന്ന് മണൽക്കൂനകൾ കുന്നിക്കുകയാണ്. മറ്റൊന്ന് അടിമകളാക്കി ജനങ്ങളെ നിർത്തി ബദ്ധന്മാരെ മണൽ പോലെ പിടിക്കുകയാണ്. മറ്റൊന്ന് ഏത് ഭരണകർത്താക്കളെയും വളരെ താണ ഭാഷ ഉപയോഗിച്ച് പരിഹസിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കുവൈറ്റ് ഇൻവേഷനോടുള്ള ബന്ധത്തിൽ, സദാം ഹുസൈനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. ഈ പ്രവചനങ്ങൾ നിറവേറിയതിനാൽ, ഇത്ര അതുല്യമായ ഒരു ഗ്രന്ഥം വിശ്വസിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കുവൈറ്റിനെ ഇറാഖ് പിടിച്ചതോടുകൂടെ ലോകം മുഴുവൻ അവർക്കെതിരായി തീരുമെന്നും ബൈബിളിൽ പ്രവചനമുണ്ടായി എന്ന് 2600 വർഷം മുൻപ് യിരെമ്യാ 50:41-42 വാക്യങ്ങൾ. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും ഒരു മഹാജാതി, അനേക രാജാക്കന്മാരും ഇളകി വരുന്നു. ബാബേൽ പുത്രി, ബാബേലിന്റെ പുത്രിയാണല്ലോ ഇന്നത്തെ ഇറാഖ്. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്നെ നേരെ അണിനിരന്നു നിൽക്കുന്നു. ഭൂമിയുടെ അറ്റത്ത് അമേരിക്കയും കാനഡയും യുദ്ധത്തിന് ഏർപ്പെടുന്നത്. നെബൂഖദ്നേസറിന്റെ കാലത്ത് അമേരിക്കയും കാനഡയൊന്നും ഇറാഖിനോട് യുദ്ധം ചെയ്യാൻ വന്നില്ല. കാരണം അറ്റ്ലാന്റിക്കോ ഒന്നും ക്രോസ് ചെയ്യുവാനെന്ന കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. അന്ന് ഈ രാജ്യങ്ങളൊന്നും ലോകത്തിന് അറിയുമില്ലായിരുന്നു. ബാബേൽ പുത്രിയുടെ കാലത്ത്, അല്ലെങ്കിൽ ബാബിലോണിന്റെ പുത്രിയായിരിക്കുന്ന ഇന്നത്തെ ഇറാഖിനെതിരായി ഭൂമിയുടെ അറ്റത്ത് നിന്ന് രാജാക്കന്മാർ ഇളകി വന്നിരിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നത് കുവൈറ്റ് ഇൻവേഷണത്തിന് ശേഷമാണ്. ഈ പ്രവചനം നിറവേറിയതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കുവൈറ്റ് വിടുവിക്കപ്പെടുന്നതിനെ കുറിച്ചും ബൈബിളിൽ പ്രവചനമുണ്ടായിരുന്നു. യിരെമ്യാ 51:44. ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്താക്കും. ഇനി ഞാൻ ആ കാലങ്ങളില്
കുവൈറ്റിനെ ഇറാഖിന്റെ ഒരു പ്രോവിൻസ് ആക്കി ഇങ്ങ് മാറ്റി. നമ്മുടെ അരാഭാത്തൊക്കെ ഓടിപ്പോയി സദാമിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഇറവികളെല്ലാം മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. തനിക്ക് പലസ്തീനികൾക്ക് അത് കിട്ടുമെന്നാണ് അരാഭാത്ത് ഓർന്നിരുന്നത്. അങ്ങനെ സദാം വളരെ മിടുക്കോട് നടന്നിരുന്ന സന്ദർഭത്തിലും ദൈവദാസന്മാർ ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ പുറത്താക്കും. കുവൈറ്റിനെ പുറത്താക്കിയതും 2600 വർഷം മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രിയ സ്നേഹിത, ഈ ബൈബിളിൽ നിന്റെ ഭാവിയെ കുറിച്ച്, ലോക മതങ്ങളുടെ ഭാവിയെ കുറിച്ച്, രാജ്യങ്ങളുടെ ഭാവിയെ കുറിച്ച്, ഭരണങ്ങളുടെ ഭാവിയെ കുറിച്ച്, സൂര്യന്റെ ഭാവിയെ കുറിച്ച്, ചന്ദ്രന്റെ ഭാവിയെ കുറിച്ച്, എല്ലാത്തിന്റെ ഭാവിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെ, ഇപ്പോൾ നടക്കുന്നത് ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ് കേട്ടോ. ഒരു രാജ്യത്തിന്റെ പരമാധികാര പരിധിയെ ലംഘിച്ചുകൊണ്ട് അയാളുടെ അടുക്കളയും അയാളുടെ കക്കൂസും അയാളുടെ കൊട്ടാരവും അയാളുടെ ഫാക്ടറികളും എല്ലാം അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക. അതിലെത്ര ന്യായമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മുടെ രാജ്യത്തിന്റെ ആയുധങ്ങളെല്ലാം പരിശോധിക്കാൻ ഇപ്പോൾ വേറെ രാജ്യക്കാർ വന്നാൽ നമ്മൾ സമ്മതിക്കുമോ? നിശ്ചയമായിട്ടും ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നുന്നെങ്കിലും അതും ഒരു ബൈബിൾ പ്രവചനമാണ്. ബൈബിൾ പ്രവചനം മാത്രമല്ല, വിതച്ചത് കൊയ്യണമല്ലോ. പണ്ടൊരു രാജാവ്, യഹൂദ രാജാവിന് രോഗസൗഖ്യമായി. പുള്ളി ആദിഭൂതി ഇളകി ബാബിലോൺ രാജാവിന്റെ സമ്മാനമൊക്കെ കാണിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാവോ? തന്റെ ഭണ്ണാരം എല്ലാം ഇവന്മാരെ അങ്ങ് തുറന്നു കാണിച്ചു. അന്നേരം യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ എല്ലാം തുറന്നു കാണിച്ചില്ലേ, ഇതെല്ലാം ഇറാഖിൽ തട്ടിക്കൊണ്ടു പോകുന്ന കാലം. അങ്ങനെ ഇവന്മാര് ഈ രോഗസൗഖ്യം കണ്ട് വന്ന ഈ രാജാവ് എല്ലാം തുറന്നു കാണിച്ചപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞ് എല്ലാം കട്ടുകൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് ദാനിയേലിനെ പിടിച്ചോണ്ട് പോയത്. അന്ന് വിതച്ചത് കൊയ്യാൻ കിടക്കുക. മനുഷ്യൻ വിതച്ചത് കൊയ്യണം കേട്ടോ. സ്വത്രം വിതച്ചത് കൊയ്യണം. ദൈവമക്കളും കൊയ്യണം. യാക്കോബ് കല്യാണമൊന്നും കഴിക്കാതിരുന്ന സമയത്ത് ചേട്ടന്റെ ഉടുപ്പും കൊണ്ട് അപ്പന്റെ അടുക്കി ചെന്ന് പറഞ്ഞു, അപ്പാ സംശയം തപ്പി നോക്കിക്കൂ. അപ്പൻ ഈ ഇറച്ചിയുടെ മണം അടിച്ചങ്ങ് ആകെപ്പാടെ ചെകിടടിച്ചിരിക്കുകയാണ്. ഇത് കഴിക്കാനുള്ള തിരക്കില് ഇസഹാക്ക് തപ്പി നോക്കിയപ്പോ എന്റെ മൂത്ത മകൻ തന്നെ. അങ്ങനെ അമ്മയുടെ ഉപദേശപ്രകാരം യാക്കോബ് ചേട്ടനായിട്ടൊരുടുപ്പിട്ട് അഭിനയിച്ച് അപ്പന്റെ അനുഗ്രഹം മേടിച്ചു. പുള്ളി കല്യാണം കഴിച്ചില്ല കേട്ടോ. പിന്നെ അങ്ങ് കല്യാണം കഴിച്ചു. 1 2 13 എണ്ണം, ഒന്നിന് പറയ 1. 13 മക്കളുടെ അപ്പനായ യാക്കോബ്, ഒരു പെൺകുട്ടി ഉൾപ്പെടെ. കുറെ കഴിഞ്ഞപ്പോ ഈ അണ്ണന്മാരെല്ലാം കൂടി എന്നറിയോ, വേറൊടുപ്പും കൊണ്ട് വന്നിട്ട്, അപ്പാ ഇത് നിന്റെ മകൻ യോസഫിന്റെ. അയ്യോ എന്റെ മകനെ യോസഫേ എന്ന് പറഞ്ഞ് ഈ രക്തം പുരണ്ട ആ ഉടുപ്പിൽ കിടന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിക്കുമ്പോഴും ദൈവം പറഞ്ഞു, യാക്കോബിയെ കരയണ്ടടാ, ഇത് കളിപ്പിക്കടാ, നിന്റെ മകൻ ജീവനോടുണ്ടടാ. ഏതെങ്കിലും പ്രവാചകനെ വിട്ടോ? ദൈവം യാക്കോബിന്റെ ദൈവമാണെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ലെങ്കിലും ഈ കാര്യത്തിൽ ദൈവം ഒന്നും പറഞ്ഞില്ല. കാരണം ഇവൻ ഒരു തുണി കൊണ്ട് അപ്പനെ കളിപ്പിച്ചതാണ്. ഇവൻ അപ്പനാകുമ്പോൾ ഇതുപോലെ കളിപ്പിക്കപ്പെട്ടേ വെക്കും. ദൈവമക്കളെ ഓർത്തോണം കേട്ടോ. സ്വത്രം ഓർത്തോണം കേട്ടോ. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, എന്റെ മാസം എത്ര ഉപവസിച്ചിട്ട് ഇവന്മാരനുസരിക്കുന്നില്ല. ഉപവാസത്തിന്റെ കുഴപ്പമൊന്നുമല്ല, നിന്റെ അപ്പനെ നീ അനുസരിച്ചിട്ടുണ്ട്. ചില മരുമകള് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാർ പറയും, എന്റെ ഭാഷ എന്റെ മകനെ ഞാൻ രക്ഷപ്പെട്ട് വളർത്തി 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 ഇതേ ഒരുത്തി ഇപ്പം കയറി വന്നു കഴിഞ്ഞ് അവിടെ തലേണമന്ത്രം പറഞ്ഞ് 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 പിടിച്ചോണ്ട് പോയി. ഇപ്പോഴെന്നെ കുഞ്ഞെന്നെ നോക്കത്തില്ല, ഭാഷൊന്ന് പ്രാർത്ഥിക്കും. ശരി തന്നെയാണ് അമ്മായിയമ്മേ, എങ്കിലും നിങ്ങൾ ഒരിക്കൽ മരുമകളായിരുന്നല്ലോ. അത് ചെയ്തതിന്റെ കിട്ടുക. ഈ മരുമകൾ അമ്മായിയമ്മ ആകുമ്പോ അവർക്ക് കിട്ടിക്കോളൂ. മനുഷ്യൻ വിതച്ച് തന്നെ കൊയ്യണം. ഏതായാലും സദാമിന്റെ കാര്യമുള്ള നമ്മൾ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുളിമുറി വരെ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ബൈബിളിൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. യിരെമ്യാ പ്രവചനം 50:25-26. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കൽദിയ ദേശത്തൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. അടുത്തത്, സകല ദിക്കിൽ നിന്നും അതിന്റെ നേരെ വന്ന് അതിന്റെ കളപ്പുരകളെ തുറക്കുവീൻ. അതായിപ്പം തുറന്നുണ്ട്.
ആട്ടെ, യുഎൻഒ സംഘത്തിന് മലയാളം അറിയത്തില്ലെങ്കിലും ഞാൻ നിങ്ങളോട് മലയാളത്തിൽ ഒന്ന് പ്രസംഗിക്കട്ടെ. സദാം ഹുസൈന്റെ കയ്യിൽ ആയുധമുണ്ടോ എന്നുള്ള ആയുധപ്പര നോക്കരുത്. കന്നുകാലിക്ക് പുല്ലിടുന്ന കളപ്പരത്തിൽ നോക്കിയാൽ അവിടെ ചിലപ്പോൾ കാണും. അങ്ങനെയാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം പുള്ളി ആയുധം വെക്കുന്ന എവിടെയാണെന്നൊന്നും അമേരിക്ക ചെന്നത് അപ്പം നടന്നായിരിക്കില്ല. അമേരിക്ക ഇത്ര കർശനമായി പറയാൻ കാരണം എന്നാണെന്ന് അറിയാവോ? അവര് തന്നെ കൊടുത്ത പല സാധനം ഉണ്ടെന്ന് അവർക്കറിയാം. ആട്ടെ, ബൈബിളിലെ പ്രവചനങ്ങൾ എത്ര അത്ഭുതകരമാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നത്, ഇതിന്റെ ഒരു പ്രഭാഷകനായി തീരുവാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. ദൈവമേ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിവിടുമെന്നും ബൈബിൾ പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ലെന്ന് ബൈബിൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവധിയിൽ അകപ്പെടുമെന്നും ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ്. ബൈബിൾ പറയുന്നതെല്ലാം സത്യമാണ്. അത് അംഗീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അതനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അതിനെ തങ്ങളുടെ മാറോടണയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ അത്യധികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആട്ടെ, നമ്മൾ ഇനി ഇറാഖിന്റെ ഭാവിയെ കുറിച്ചാണ് ചിന്തിച്ചത്. നമ്മൾ വായിച്ചല്ലോ സക്രിയ 5:5-11 വരെ. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലമുക്കി പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്താകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്ന ഒരു ഏഫ എന്ന് പറഞ്ഞു. ഏഫ എന്ന് പറയുന്ന അളക്കുന്ന ഒരു സാധനമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. വാക്യം 9. ഞാൻ പിന്നെയും തലമുക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ ഏഫയുടെ അകത്തുനിന്ന് പുറത്തു വരുന്നത്. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവയ്ക്ക് പെരിഞ്ഞാറുകളുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. പ്ലെയിൻ കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് പ്ലെയിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ, ഈ പെരിഞ്ഞാറ് പോലുള്ള ഈ ചിറകുള്ള ഈ സാധനം ഏഫയെ ആകാശത്തിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനവൻ, സീനാർ ദേശത്ത് അവൾക്കൊരു വീട് പണിയുവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും. ഇറാഖിൽ ഒരു വീട് പണി നടക്കും. സത്യത്തിൽ ആ വീട് പണി 1988 സെപ്റ്റംബർ 22 ആരംഭിച്ചതാണ്. 400 എഞ്ചിനീയർമാരെയാണ് സദാം അതിനു വേണ്ടി നിയോഗിച്ചത്. പഴയ ബാബിലോണിന്റെ അതുപോലെ പണിവാൻ, അതിന്റെ ഇസ്താർ ഗേറ്റ് തുടങ്ങി പലതും പണി തീർത്തിരുന്നു. മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഒരു ബഡ്ജറ്റ് ആയിരുന്നു അത്. അതിനിടയ്ക്കാണ് ഈ കുവൈറ്റ് പ്രശ്നം വന്നത്. അതുകൊണ്ട് ആ പണി അല്പം തടസ്സപ്പെട്ടുവെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ 2500 വർഷം മുൻപ് ഈ സക്രിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പണി 1988 സെപ്റ്റംബർ 22 ആരംഭിച്ചു. ആ പണിയുടെ കുറെ ഭാഗങ്ങൾ തീർന്നു കഴിഞ്ഞു. എന്നാൽ ഈ പണി പൂർത്തിയാകണം. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു, അമേരിക്കയ്ക്ക് ഇറാഖിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയൊരു വാണിജ്യ കേന്ദ്രമായിട്ട് ഇറാഖിലെ ബാബിലോൺ തീരും. എന്നാൽ ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സദാമിനെ നീക്കം ചെയ്യുവാൻ കാരണമായി തീരും. അത് അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടതിനുള്ള കാരണവുമാകും. അറബികൾക്ക് ഇറാഖിനോട് സഹതാപം വർദ്ധിക്കുകയും അവർ കൈയച്ച് സഹായിക്കുകയും സദാമില്ലാത്ത ഇറാഖ് പൂർവകാലത്തെക്കാളധികം സമ്പൽ സമൃദ്ധിയിലേക്ക് വരും. ഈ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ കീഴിൽ പോകും. ഇസ്രായേലിനെതിരായ ഒരു മഹായുദ്ധം ഉണ്ടാകുമെന്ന് യെശയ്ക്കേൽ പ്രവചനം 38 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വരുന്നു അധോലോക ജീവികൾ എന്നുള്ള ഈ പുസ്തകം വായിക്കുക. അതുപോലെ ചില പുസ്തകങ്ങൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യേശുവിന്റെ നാട്ടിലേക്കുള്ള ഒരു യാത്ര. എനിക്ക് ദൈവം പലസ്തീൻ നാട്ടിലും
ജോർദാനിലെ യാത്ര ചെയ്യുവാൻ ഒരു അവസരം നൽകി. യോർദാനിലാണ് മോശ നെബോ പർവ്വതത്തിൽ അവസാനമായിട്ട് പൽസ്തീൻ കണ്ടത്. അതുപോലെ തന്നെ യോർദാനിലാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏദോമ്യരുടെ രാജ്യം പെട്ര. അതുപോലെ തന്നെ യേശു ജനിച്ച ബേഥലഹേം, അടയ്ക്ക് കല്ലറ തുടങ്ങിയ 40-ലധികം ചിത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ നിരവധി പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇത് രക്ഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് ഒരു യുദ്ധമുണ്ടാകും. എസെക്കിയേൽ 38 എഴുതിയിട്ടുണ്ട്. അതിനു മുൻപായി നമ്മുടെ കർത്താവ് വരികയും നമ്മെ കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രവചനങ്ങളുടെ നിറവേറലുകളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് ഉള്ള സത്യം പഠിപ്പിക്കുകയാണ്. സഖരിയാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വലിയ ബാബിലോൺ, വാണിജ്യ ബാബിലോൺ, എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വെളിപ്പാട് പുസ്തകം 11:13 മുതൽ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഉള്ള സാധനങ്ങൾ. സീനാർ ദേശത്ത് പണിയുവാൻ പോകുന്ന വീട് ഒരു വ്യാപാര കേന്ദ്രമാണ്. ഈ മാൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഈ ദുബൈയിലെ, അമേരിക്കയിൽ. ഒരു കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് എല്ലാ സാധനം, എയറോപ്ലെയിൻ വരെ മേടിക്കാം. എയറോപ്ലെയിൻ തുടങ്ങി മൊട്ടുസൂചി വരെ മേടിക്കാവുന്ന, അല്ലെങ്കിൽ എന്തും മേടിക്കാവുന്ന വലിയ മാളുകളുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരെണ്ണമുണ്ട്, അത് മിനിസോട്ടയിലാണ്. മറ്റൊന്ന് കാനഡയിലുണ്ട്, അത് എഡ്മണ്ടനിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വലുതായിട്ടുള്ളത് ദുബൈയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ അത്ര വലുതുള്ളതൊന്നുമില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാളാണ് ഈ വീടെന്ന് പറയുന്നത്. ആ വീട്ടിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ വിൽക്കപ്പെടുമെന്നും വെളിപ്പാട് പുസ്തകം 18 ഇന്നേക്ക് 2000 വർഷം മുൻപ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചു വിടാം. വെളിപ്പാട് 18:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആ ഏഫ അല്ലെങ്കിൽ ആ വീട്ടിൽ വിൽക്കുന്ന സാധനങ്ങൾ: പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനമരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകല സാമാനങ്ങൾ. വീരപ്പന് അവിടെ ജോലിയിട്ടാൻ സാധ്യതയുണ്ട്. വിലയേറിയ മരവും പിച്ചള, ഇരുമ്പ്, മർമ്മരക്കല്ല് കൊണ്ടുള്ള ഓരോ സാമാനങ്ങൾ, ലവംഗം, ഏലം, ധൂപവർഗം, മൂര്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷ്യ ദേഹം, മനുഷ്യ പ്രാണൻ, ഇതെല്ലാം അവിടെ വിൽപ്പന ചരക്കായി. എല്ലാ ചരക്കും ഈ ഷീനാറിൽ പണിയുന്ന വീട്ടിൽ കിട്ടുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന 2 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യന്റെ ദേഹവും മനുഷ്യന്റെ പ്രാണനും വിൽക്കുമെന്ന്. 2600 വർഷം, 2000 വർഷം മുൻപ് ഈ വാക്യം എഴുതിയപ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലായോ മനുഷ്യന്റെ പ്രാണനെ എങ്ങനെ വിൽക്കാൻ നോക്കും? അന്ന് മെഡിക്കൽ സയൻസിന് ഇതിനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടായിരുന്നോ? എന്തിനേറെ 19 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഈ അടുത്ത സമയത്തല്ലേ മനുഷ്യന്റെ ശരീരാവയവങ്ങളൊക്കെ എടുത്ത് വിൽക്കാമെന്നും മാറ്റി വെക്കാമെന്നും ഒക്കെ പഠിച്ചത്, ഇല്ലേ? ആ പ്രവചനങ്ങൾ നിറവേറുകയാണ്. ഇന്ന് മനുഷ്യന്റെ പ്രാണനും കണ്ണും കാലും കൈയും എല്ലാം മാറ്റിവെക്കാനായി കഴിയും. ഹൃദയമൊക്കെ, കിഡ്നിക്കൊക്കെ വലിയ ഡിമാൻഡാണുള്ളത്. സഹോദര, നീ കഴിവില്ലാത്തവരൊന്നും ധരിക്കരുത്. നിനക്ക് ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും കോടിക്കണക്കിന് സാധനം നിന്റെ ശരീരത്തിലുണ്ട്. നിന്റെ 2 കിഡ്നി പറിച്ച് വിറ്റാൽ ഏറ്റവും കുറഞ്ഞ 5 ലക്ഷം രൂപ. അതുപോലെ തന്നെ ഹാർട്ട് പറിച്ച് വിറ്റാൽ ഒരു 10 ലക്ഷം രൂപ. കണ്ണ് 2 കൊടുത്താൽ ഒരു 5-8 ലക്ഷം രൂപ കിട്ടും. അവിടെ നീ പാവപ്പെട്ടവരല്ല കേട്ടോ. കാര്യങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ച്. കിഡ്നി വ്യാപാരമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു കിഡ്നി കൊണ്ടുപോയി വിറ്റു, അവന് 30,000 രൂപ കിട്ടിയുള്ളൂ ബോംബെയിൽ. അത് കൊണ്ടുപോയി ഒരു സുഖമായിട്ട് കഴിവൊക്കെ അടിച്ചിട്ട് അത് തീർന്നപ്പോൾ പിന്നെയും പോയി അടുത്ത കിഡ്നി കൊടുക്കാൻ. അവൻ ഓർത്തത് പറിക്കുമ്പം കിളുത്ത് വരുന്നതാണ് കിഡ്നി. അതെ, ഞാൻ പറഞ്ഞ ഒരു വിഷയം തെളിയിക്കേണ്ടതിന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യന്റെ പ്രാണൻ വിൽപ്പന ചരക്കാകുന്ന ഒരു കാലം ഈ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രവചിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകൾ, അതിന്റെ സാധ്യതകൾ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ നിറവേറുവാൻ സമയമാകുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഒരുങ്ങിയിരിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതെ, അന്നത്തെ ആ വ്യാപാര കേന്ദ്രത്തിൽ ആൾക്കാരെ കൊണ്ടുപോയി ഈ സാധനങ്ങൾ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനത് പറയാതെ വിശദീകരിക്കണമെങ്കിൽ ഒത്തിരി സമയം വേണം. ഈ പുസ്തകത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്. അന്ന് ഇന്നിപ്പം കിഡ്നി പറിക്കുകയും അതൊക്കെ എടുക്കുകയും ചെയ്തത് കുറ്റകരമൊക്കെയാണ്, ഇല്ലേ? ഡോക്ടർമാർ പാത്രം പതുങ്ങിയൊക്കെയാണ് എടുക്കുന്നത്. ഈ പരിപാടികളൊക്കെ ഒത്തിരി എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, എന്നാ നിയമമുണ്ടെങ്കിലും.
ആട്ടെ, പക്ഷെങ്കിൽ അന്നത് ഗവൺമെന്റിന്റെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ആരോഗ്യമുള്ളവരെ എല്ലാം പിടിക്കാം. അപ്പോൾ 10 കിഡ്നി ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മിലിറ്ററി വണ്ടി തന്നെ എന്നാൽ അവരെ ചെന്ന് കരുനാഗപ്പള്ളി നിൽക്കുന്ന ഒരു 5-8 എണ്ണത്തിനെ പൊക്കിക്കൊണ്ട് പോവുക. ആരും ചോദിക്കാൻ നിൽക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഭരണമായിരിക്കും അന്നത്തെ. അങ്ങോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ പിടിച്ച ഒരുവിധ ആരോഗ്യവും കഴിവും ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെ ഇങ്ങനെ കവലയിലൊക്കെ നിൽക്കുന്ന മിലിറ്ററി വണ്ടി എന്ന് പൊക്കിക്കൊണ്ട് പോകും. പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇവരെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. ജ്യൂസ് ഒന്നും കൊടുക്കുകയില്ല, അനസ്തേഷ്യ ഒന്നും കൊടുക്കില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇയാൾ നാളെ ജീവിക്കാനൊന്നും പോകുന്നു. അവിടെ ചെന്ന് കാലും കൈയും എല്ലാം അങ്ങ് പിടിച്ച് കെട്ടും. കെട്ടിയിട്ട് ഒരു 4-5 ഡോക്ടർമാർ വന്ന് ഓരോ ഭാഗം അങ്ങ് ജീവനോട് കീറുക. ഒരുത്തൻ കിഡ്നി എടുത്തോണ്ടിരിക്കും, വേറത്തൻ കണ്ണെടുത്തോണ്ടിരിക്കും, വേറത്തൻ പെടലി ഞരമ്പ് വലിച്ചു വരച്ചിട്ട് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ബ്ലഡ് ഊറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇത് മാർക്കറ്റിൽ വിൽക്കാൻ പോകും. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, സ്നാനപ്പെട്ടില്ലെങ്കിൽ, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ, വേർപെട്ടില്ലെങ്കിൽ നീ കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. തള്ളപ്പെട്ടാൽ നിന്നെ മിലിറ്ററി വണ്ടിയിൽ പൊക്കിക്കൊണ്ടുപോയി നിന്റെ അവയവം എടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പ്രസംഗിച്ചത്. ആ കാലഘട്ടത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്, യേശു പറയുന്നത്, ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത കഷ്ടതയുണ്ടാകുമെന്നാണ്. യേശുവിന്റെ വരവിൽ ഗ്രീക്ക് വാക്കുകളിൽ ഒരർത്ഥം റാപ്ചർ, തട്ടിക്കൊണ്ടുപോവുക എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്റെ മക്കളുടെ അവയവങ്ങൾ പറിച്ചെടുക്കുന്നതിന് മുൻപേ അരുമകാന്തൻ തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഈ ബാബിലോൺ എന്ന് തകരുമെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖിന്റെ തകർച്ചയെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 18:9 മുതൽ 10 വരെ. ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ മുഖം കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. 1 മണിക്കൂർ കൊണ്ട് ഇറാഖ് നശിക്കും. അതിന് അമേരിക്കയുടെ സഹായമൊന്നും ആവശ്യമില്ല. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ആ ഭവനത്തിൽ അലച്ചു. അത് മണലിൽ മേലായിരുന്നത് കൊണ്ട് അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. എന്നാൽ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം, ആ ഭവനത്തിന്റെയും മുകളിൽ വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് വീണില്ല. സ്റ്റെയിൻ ഗ്രഹാമിനെ കൊന്നിട്ടും പിഞ്ചോമനങ്ങളെ ചുട്ടരിച്ചിട്ടും ആ വലിയ കാറ്റടിച്ചിട്ടും ഗ്ലാഡീസ് വീണില്ല. അവൾ യേശുവാകുന്ന പാറമേലായിരുന്നു അവളുടെ ജീവിതം ഉറപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപമാനങ്ങൾ ഉണ്ടായിട്ടും, നിന്ദകൾ ഉണ്ടായിട്ടും, പട്ടിണികൾ ഉണ്ടായിട്ടും, പരിഹാസങ്ങൾ ഉണ്ടായിട്ടും, കള്ളക്കേസുകൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ ദാസന്മാർ വീഴാതിരിക്കുന്നത്, ദൈവമക്കൾ വീഴാതിരിക്കുന്നത് കാറ്റടിക്കാതിരുന്നിട്ടല്ല, മഴ പെയ്യാതിരുന്നിട്ടല്ല, അത് വീടിന്മേൽ അലയാതിരുന്നിട്ടല്ല, അത് ഈ പാറമേൽ അടിസ്ഥാനമായിരുന്നത് കൊണ്ടാണ്. ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ എന്റെ സഭയെ പണിയും. സ്വത്രം സ്വത്രം സ്വത്രം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇത് പറഞ്ഞ യേശുവിനെ യഹൂദന്മാർ റോമാക്കാരോടുകൂടി ക്രൂശിച്ചിട്ട് ചോദിച്ചു, യേശുവേ, നീ പറഞ്ഞല്ലോ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന്, ഇപ്പോൾ നിനക്കെന്ത് പറ്റി? യേശു അവരോടൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പെന്തക്കോസ്ത് നാളിൽ സിയോൻ മാളിക മുറി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ക്രിസ്തുവേശുവാകുന്ന പാറയിൽ തന്റെ സഭയെ പണിതു.
യഹൂദന്മാരിളകി, റോമാക്കാരിളകി. റോമൻ ഗവൺമെന്റ് സുവിശേഷത്തെ നിരോധിച്ചു, സഭയെ നിരോധിച്ചു. സുവിശേഷം പ്രസംഗിക്കുന്നവരെ തൂക്കിലേറ്റുവാൻ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. ആരാധന നിരോധിച്ചു. അതിന് സഹായമായിട്ട് യഹൂദമതം കൂട്ടുനിന്നു. അപ്പോസ്തലന്മാരെ പിടിച്ചു, പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു, പൗലോസിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, യാക്കോബിനെ കൊന്നു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ദൈവഭക്തന്മാരുടെ രക്തം ആറുപോലെ ഒഴുകി. പക്ഷെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. യേശുവിന്റെ സഭ ഇന്നുമുണ്ട്. യേശുവിന്റെ സഭ ഇന്ത്യയിലുണ്ട്. യേശുവിന്റെ സഭ റോമിലുണ്ട്. യേശുവിന്റെ സഭ റഷ്യയിലുണ്ട്. യേശുവിന്റെ സഭ ചൈനയിലുണ്ട്. യേശുവിന്റെ സഭ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് എന്റെ അരുമനാഥൻ പറഞ്ഞ വാക്കുകൾ ഇതുവരെ ലംഘിക്കപ്പെട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് സോവിയറ്റ് യൂണിയൻ യേശുവിന്റെ സുവിശേഷത്തെ നിരോധിച്ചു. സുവിശേഷകന്മാരെ തുറുങ്കലിലിട്ടു. തുപ്പാക്കികളുമായി, തോപ്പുകളുമായി ദൈവദാസന്മാരുടെ നേരെ അവർ അലറിയെടുത്തു. ദൈവമക്കളെ അവർ വെടിവെച്ചിട്ട് ഇട്ടു. സുവിശേഷം പറയുന്നത് ആ രാജ്യത്തിനെതിരായിരുന്നു. ലോകത്തിലെ ഒരു വലിയ സാമ്രാജ്യം. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. യേശുവിന്റെ സംരക്ഷയിലുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ ചരിത്രം ഇതിനെ എതിർക്കുന്നവർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം സഭ അമേരിക്കയുടേതല്ല, സഭ പെന്തക്കോസ്തുകാരുടേതല്ല, സഭ ക്രിസ്ത്യാനികളുടേതല്ല, സഭ ഏതെങ്കിലും മനുഷ്യന്റേതല്ല. സഭ നീ ശ്വസിക്കുന്ന വായുവും നീ കുടിക്കുന്ന ജലവും നീ നിൽക്കുന്ന ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെതാണ്. ദൈവിക പദ്ധതികളെ തകിടം മടിക്കുവാൻ ശക്തിയുള്ളവരാരും ഇതുവരെയും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. 2000 വർഷത്തെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. പാറമേൽ അടിസ്ഥാനമുള്ളതെല്ലാം നിൽക്കുക. ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം, സ്തോത്രം. 1 കൊരിന്ത്യർ 10 നമ്മൾ വായിക്കുന്നത്, അവർ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നിന്റെ ദാഹം തീർക്കുവാൻ പൊട്ടിപ്പിളർന്ന പാറ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരിക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദി ഒഴുകും. സ്വത്രം, 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 സ്വത്രം. ദൈവപൈതലെ, നീ ദാഹിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പിളർക്കപ്പെട്ട പാറ നിനക്ക് വേണ്ടി വെള്ളം പ്രവഹിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ആരാധന ഉണങ്ങിയിരിക്കുന്നത്, നിന്റെ ശുശ്രൂഷ ഉണങ്ങിയിരിക്കുന്നത്, നിന്റെ സഭ ഉണങ്ങിയിരിക്കുന്നത് ഈ പിളർക്കപ്പെട്ട പാറയിൽ നിന്നും വെള്ളം ഒഴുകിയിട്ടും അത് കുടിക്കുവാൻ മനസ്സില്ലാതെ നിന്റെ ശ്രദ്ധ പലതിലുമായതുകൊണ്ടാണ്. ഈ യുഗാവസാനത്തിൽ ദൈവമക്കൾ ആത്മാവിൽ നിന്ന് വെള്ളം കുടിച്ച് ശക്തി പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരുങ്ങട്ടെ. ദൈവമക്കളുടെ ശ്രദ്ധയെ തിരിച്ച് അതിലും ഇതിലും മാറ്റി കർത്താവിന്റെ വേലയിൽ നിന്ന് അവരുടെ മനസ്സിനെ മടിപ്പിക്കുന്ന അനേക പ്രശ്നങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും ഉയർന്നു വരുമ്പോൾ, ദൈവമേ, നിന്റെ ഓട്ടത്തിന്റെ ലക്ഷ്യം തെറ്റരുത്. അവരെയും ഇവരെയും നീ നോക്കരുത്. ഈ പിളർക്കപ്പെട്ട പാറയിലേക്ക് നീ ഓടിച്ചെന്ന് നിന്റെ ദാഹം തീർത്തുകൊണ്ട് കുടിച്ചുകൊണ്ട്, ആവോളം കുടിച്ചുകൊണ്ട് കർത്താവിന്റെ വേല നീ ചെയ്തുകൊള്ളണം. ആ പിതാക്കന്മാർ കുടിച്ചതുപോലെ അവർ കുടിച്ച്. ആത്മീക പാറ ക്രിസ്തുവായിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സക്കറിയ പ്രവാചകൻ ഈ പാറയെ കുറിച്ച് പറയുന്നുണ്ട്, കൊത്തുപണി ചെയ്യപ്പെട്ട പാറ, കൊത്തുപണി ചെയ്യപ്പെട്ട പാറ. ദാനിയേൽ പ്രവാചകൻ പറയുന്ന ഈ പാറ എന്താണെന്ന് അറിയാമോ? സകല ലോകങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഒരു പർവ്വതമായി തീരുന്ന പാറയാണ്. തങ്കം കൊണ്ടുള്ള തലയും, അതേ വെള്ളി കൊണ്ടുള്ള കൈയും നെഞ്ചും, താമ്രം കൊണ്ടുള്ള വയറും, ഇരുമ്പ് കൊണ്ടുള്ള അരയും, ഇരുമ്പ് കൊണ്ടുള്ള തുടയും, കളിമണ്ണും ഇരുമ്പ് കൊണ്ടുമുള്ള ഒരു സമ്മിശ്ര ലോകബിംബം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ലോകഭരണത്തെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. പക്ഷെങ്കിൽ പ്രവാചകൻ നെബൂഖദ്നേസർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു. ഈ തങ്കം കൊണ്ടുള്ള തലയെയും വെള്ളിയെയും താമ്രത്തെയും ഇരുമ്പിനെയും കളിമണ്ണിനെയും തച്ചുടച്ചുകൊണ്ട് ആ പാറ ഒരു വലിയ പർവ്വതമായി തീരുകയാണ്. ആ നമ്മുടെ കർത്താവിന്റെ വരവിനെയും നമ്മുടെ കർത്താവിന്റെ സഹസ്രാബ്ദ ഭരണത്തെയും കാണിക്കുന്നതാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത്
ഒരു ഭരണം, നീതിയുള്ള ഒരു ഭരണം, രോഗികളില്ലാത്തൊരു ഭരണം, വർഗീയ ലഹളയില്ലാത്തൊരു ഭരണം, യുദ്ധങ്ങളില്ലാത്തൊരു ഭരണം, ക്ഷാമമില്ലാത്തൊരു ഭരണം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആസ്വദിക്കുക. ഈ പാറ കൊത്തുപണിയപ്പെട്ട പാറയാണ്. സക്രിയ പറയുകയാണ്, കൊത്തുപണിയപ്പെട്ട പാറ. എവിടെയാണത് കൊത്തുപണിയപ്പെട്ടത്? ഗദസമന തുടങ്ങി. നമ്മുടെ കർത്താവ് മാളിക മുറിയിൽ തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു. തനിക്കറിയാം താൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അതെല്ലാം നേരത്തെ അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരുടെ എല്ലാ മുഖം മ്ലാനാവൃതമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകും. അതൊരു മണിക്കൂർ കൊണ്ട് തകരുന്ന ഭവനമല്ല, അത് പാറമേൽ അടിസ്ഥാനമുള്ള ഭവനമാണ്. ആ ഭവനം ഒരുക്കിയാൽ ആ ഭവനത്തിൽ നിങ്ങൾ മരിക്കേണ്ടതിന് എന്തിനേയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്ക ചേർക്കും. കർത്താവ് ഇതെല്ലാം പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്നിട്ടും അവരുടെ മനസ്സിൽ ഇങ്ങനെ വേദനപ്പെടുകയാണ്. കാരണം കർത്താവ് എപ്പോൾ മരിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും മരണത്തിന് ശേഷം താൻ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചുമൊക്കെ പരസ്യമായിട്ടാണ് പ്രവചിക്കുന്നത്. സിയോൻ മലയിലാണ് ആ മാളിക മുറി. ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് നടന്ന് ഉലുമലയുടെ താഴ്വരയിലാണ് ഗദസമന തോട്ടം. ഞാൻ ആ തോട്ടത്തിൽ പോയിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ആ ഉലുമരങ്ങൾ ഇന്നുമുണ്ട്. യേശുവിൻ്റെ നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അതിൻ്റെ ചിത്രങ്ങളുണ്ട്. കർത്താവ് അവിടെ മുട്ടുകുത്തുകയാണ്, കൊത്തുപണി ചെയ്യപ്പെടുകയാണ്. ആദ്യത്തെ കൊത്തുപണി അകത്താണ് കൊത്തുപണി നടക്കുന്നത്. അകത്താണ് നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ രക്തം വേർപ്പുള്ളികൾ പോലെ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ ആ വലിയ പരിഹാരത്തിന് വേണ്ടിയുള്ള ആ കൊത്തുപണി തൻ്റെ മനസ്സിൽ, തൻ്റെ ഹൃദയത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം. താൻ പറഞ്ഞതുപോലെ തൻ്റെ ഹൃദയം അവിടെ തകരുകയാണ്. അന്ന് രാത്രി തന്നെ ആകാശമലന്മാർ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കയ്യാഫാവിൻ്റെയും ഹന്നായിൻ്റെയും അടുത്തോട്ടിയാണ്. അന്ന് രാത്രി മുഴുവൻ അവൻ കർത്താവിൻ്റെ പുറത്ത് കൊത്തുപണി ചെയ്തു. പീലാത്തോസ് യേശുവിനെ അടിക്കുവാനായിട്ട് ഏൽപ്പിച്ചു. 40 അടികൾ. ആ ചമ്മട്ടി എന്ന് പറയുന്നത് യേശുവിനെ പരിഹസിച്ച ആസ്ഥാനം എന്ന് പറയുന്ന അന്റോണിയ ഫോർട്ടസ് ഞാൻ പോവുകയുണ്ടായി. അന്നത്തെ അച്ചയിലും അന്നത്തെ ആ ചങ്ങലുകളുമൊക്കെ ഞാൻ കാണുകയുണ്ടായി. നമ്മുടെ കർത്താവിനെ ഫ്ലാറ്റായിട്ട് അവർ പിടിച്ചു കിടത്തിയിട്ട് കൈകാലുകൾ വലിച്ച് ബന്ധിച്ചിട്ട് വയറിന്റെ ഭാഗം ഒരു 2-3 അടി പൊക്കി നിർത്തി വില്ലുപോലെ വളച്ചു നിർത്തിയിട്ട് 2 പേർ പുറകിലും മുൻപിലും നിന്ന് അടിക്കുകയായിരുന്നു. ഈയക്കെട്ടികളും കൂർത്തുമൂർത്ത മുള്ളുകളുമുള്ള 100 കണക്കിന് ലെയറുള്ള ചമ്മട്ടികൾ ഇങ്ങനെ അടിക്കുമ്പോൾ ആ മുള്ളുകൾ ആ ഈയക്കട്ടികൾ മാംസത്തിലേക്ക് ഇറങ്ങും. പിന്നെ അവരത് വലിച്ചു പറിക്കും. ആ ലെയറുകൾ വലിച്ചു പറിക്കും. അങ്ങനെ വലിച്ചു പറിക്കുമ്പോൾ അതിനകത്ത് മാംസകഷ്ണങ്ങളുണ്ടായി. എന്റെ കർത്താവിനെ അവർ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം മുഖത്ത് രോമങ്ങൾ പിഴുതു പറിച്ചു. മുഖത്ത് രോമങ്ങൾ പിഴുതു പറിച്ചു. സ്നേഹിത, നിന്റെ പാപമോചനത്തിനായി കൊത്തുപണി ചെയ്യപ്പെടുകയായി. നിന്റെ സമാധാനത്തിനായി, നിന്റെ രോഗസൗഖ്യത്തിനായി, നിന്റെ ആത്മരക്ഷയ്ക്കായി, നിന്റെ ഭവനത്തിന്റെ പണിക്കായി അവസാനമായി ഗോൽഗോഥാ മലയിൽ കൊണ്ടുചെന്നിട്ട് ആ മനോഹരമായ കരങ്ങളിൽ അവർ ആണിവെച്ചു. രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ആ കരങ്ങളിൽ, വിശക്കുന്നവൻ അപ്പം മുറിച്ചു കൊടുത്തിയ ആ കരങ്ങളിൽ, കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിച്ച ആ കരങ്ങളിൽ അവർ കാരിരുമ്പാണി കാണിച്ചു. ആ കൊത്തുപണി പൂർത്തിയായ സ്നേഹിത, അവൻ പാറയാണ്. ആ ക്രിസ്തുവിൽ നിന്റെ ജീവിതം പണിതാൽ നിന്റെ ജീവിതം തകരുകയില്ല.
Praise the Lord. ഏത് കൊടുങ്കാറ്റിലും അത് തകരുകയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ ക്രിസ്തുവിൽ നിന്റെ വിദ്യാഭ്യാസം പടുതാൻ, ആ ക്രിസ്തുവിൽ നിന്റെ സംഘടന പടുതാൻ, ആ ക്രിസ്തുവിൽ നിന്റെ വിശ്വാസം പടുതാൻ, ആ ക്രിസ്തുവിൽ നിന്റെ ആത്മീകം പടുതാൻ, ആ ക്രിസ്തുവിൽ നിന്റെ കുഞ്ഞുങ്ങളെ പടുതാൻ, ആ ക്രിസ്തുവിൽ നിന്റെ ഭവനത്തെ പടുതാൻ. അത് നശിക്കുകയില്ല. കാരണം ഈ പാറയെ ഇളക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ ഭരിച്ചവൻ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവനെന്നും ജീവിക്കുന്ന കർത്താവാണ്. Praise the Lord. എന്റെ ഈ വചനങ്ങളെ കേട്ട് ഈ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനോട് നിങ്ങൾക്ക് തുല്യനാകാൻ കഴിയുമോ? മണലിൽ പണിത ഭവനം ഏത് ശാസ്ത്രീയ ഭവനമാണെങ്കിലും, ഏത് വ്യാപാര ഭവനമാണെങ്കിലും, ഏത് രാജ്യത്തിന്റെ ഭവനമാണെങ്കിലും, എത്ര ശക്തിയുള്ള ഭവനമാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് തകരും. സ്നേഹിത, ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീഴുന്ന സമയത്ത് ഞാൻ ന്യൂയോർക്കിലുണ്ട്. അതിൽ ഒരു പ്ലെയിൻ വന്നിടിക്കുമ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത് വീഴുകയില്ല, ഇത് വീഴുകയില്ല, ഇത് വീഴുകയില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടവർ താഴേക്ക് പോകുന്ന ഞങ്ങൾ കണ്ടു. ലോകത്തിലെ ഏത് കെട്ടിടവും തകരും സ്നേഹിത. എന്നാൽ ഈ ക്രിസ്തുവേശുവാകുന്ന പാറയിലാണെങ്കിൽ നീ തകരുകയില്ല, നീ തകരുകയില്ല, നീ തകരുകയില്ല. നിന്റെ കുടുംബം തകരുകയില്ല, നിന്റെ കുഞ്ഞുങ്ങൾ തകരുകയില്ല. ഈ യേശുവിലേക്ക് ഞാൻ വിളിക്കുകയാണ്. മണലിന്മേൽ പണിയുന്ന വീടുകൾക്ക് നിലനിൽപ്പില്ല. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം, തങ്ങളുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തെ ഈ മണലിന്മേൽ ഈ സമയത്ത് ഞാൻ നേരത്തെ യോഗം നിർത്തുകയാണ്. ഈ സമയത്ത് ആരും എഴുന്നേറ്റ് ഈ യോഗം അലക്ഷ്യമാക്കരുത്. എല്ലാവരും തങ്ങളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. യോഗത്തിന്റെ സംഘാടകർ ഉൾപ്പെടെ അവിടെ തന്നെ നിന്നാൽ മതി. ഈ യോഗം തീരുന്നത് വരെ ദയവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുവാനും ഇത് പറയുവാനും വരരുത്. എല്ലാവരും തങ്ങളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. റോമാ സാമ്രാജ്യം മണലിന്മേലായിരുന്നു. അത് തകർന്നു പോയി സ്നേഹിത, അത് തകർന്നു പോയി സ്നേഹിത. സോവിയറ്റ് യൂണിയൻ മണലിന്മേലായിരുന്നു, അതും തകർന്നു പോയി സ്നേഹിത. എത്രയെത്ര രാജ്യങ്ങൾ ഇവിടെ തകർന്നു പോയി, എത്രയെത്ര കോടീശ്വരന്മാർ ഇവിടെ തകർന്നു പോയി, എത്രയെത്ര വ്യക്തികൾ ഇവിടെ തകർന്നു പോയി, എത്രയെത്ര ജീവിതങ്ങൾ ഇവിടെ തകർന്നു പോയി. മണലിന്മേലുള്ള പണികൾ ഒന്നും നിലനിൽക്കുകയില്ല സ്നേഹിത, ഒന്നും നിലനിൽക്കുകയില്ല. എന്നാൽ യേശുവിലേക്ക് നീ വരിക. അത് യുഗങ്ങളുടെ പാറയാണ്, അത് തകർക്കപ്പെട്ട പാറയാണ്, അത് കൊത്തുപണിയപ്പെട്ട പാറയാണ്, അത് ഭരിക്കേണ്ട പാറയാണ്. അതിനെ ഒരു ശക്തിക്ക് വിളക്കുവാൻ കഴിയുകയില്ല സ്നേഹിത. അതിന് നിന്റെ ജീവിതം പണിതാൽ അതിന് നിലനിൽപ്പുണ്ട്, അതിന് നിലനിൽപ്പുണ്ട്, അതിന് നിലനിൽപ്പുണ്ട്. വൻമഴ ചൊരിഞ്ഞാലും കാറ്റടിച്ചാലും അതിന്റെ മേൽ അലച്ചാലും അതിനെ തകർക്കുവാൻ കഴിയുകയില്ല. എല്ലാവർക്കും ആരാധിക്കാം. നിന്നെ രക്ഷിക്കുവാനാണ് യേശു മരിച്ച, നിനക്ക് ഉറപ്പുള്ള ഒരു ജീവിതം തരുവാനാണ് യേശു മരിച്ച. നിന്റെ ഭവനത്തെ ഉറപ്പിക്കുവാനാണ് സ്നേഹിത. ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നിനക്ക് വേണമെങ്കിൽ യേശുവിന്റെ രോഗസൗഖ്യം പ്രാപിക്കാം. ഈ രാത്രിയിൽ നിനക്ക് വേണമെങ്കിൽ സമാധാനം പ്രാപിക്കാം. ഈ രാത്രിയിൽ നിനക്ക് വേണമെങ്കിൽ പാപമോചനം പ്രാപിക്കാം. ഈ രാത്രിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാക്കി എടുക്കാം. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാക്കിയെടുക്കാം. തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ മക്കൾക്ക് അവർക്കൊരു ഉറപ്പ് നിനക്ക്, ഒരു അടിസ്ഥാനം നിനക്കുണ്ടാക്കുവാൻ കഴിയും സ്നേഹിത. അത് യേശുവാണ്, 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 യേശുവാണ്.